ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പിയാണോ? യെസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്റ്റോറി ലിസൺ ചെയ്താലോ? ഡു യു ലൈക്ക് ടു ലിസൺ സ്റ്റോറി? യെസ്. ഓക്കെ, അപ്പോൾ ഇന്ന് മിസ് ഒരു സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല സ്റ്റോറി. ബട്ട് വൺ കണ്ടീഷൻ, യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി. ഓക്കെ, എന്തിനാ? മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ലിസൺ ചെയ്തോന്നറിയാൻ മിസ്സിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി അല്ലേ? സോ ഓൾ ഓഫ് യു ലിസൺ കെയർഫുള്ളി. റെഡി ആയിട്ടെ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അതിന് നിങ്ങളുടെ ടേൽസ് ആൻഡ് ട്യൂൺസ് ബുക്ക്. ഓക്കെ, ദ പേജ് നമ്പർ 32. പിക്ചർ കാണിച്ചു തരാം. സി, കണ്ടോ? കണ്ടില്ലേ? ഇതിനകത്ത് നമുക്ക് കുറച്ച് രണ്ട് ആൾക്കാരെ കാണാം, ഒരു കൗ കണ്ടു അല്ലേ? സോ ദ സ്റ്റോറി നെയിം ഈസ് ജാക്ക് ആൻഡ് ദ ബീൻസ്റ്റോക്ക്. ഓക്കെ, ജാക്ക് ആൻഡ് ദ ബീൻസ്റ്റോക്ക്. യെസ്, ടെൽ മീ, what do you see in the picture? Page number 32. Yes, a boy and an old man and one cow, right? Then let's see what happened there. Jack sold his cow in exchange for some magical beans as he had no money. What happened? Yes, Jackinte kayil money illa, right? That means he lived in a poor family. പാവപ്പെട്ട വീട്ടിലാണ് ജീവിക്കുന്നത്. ജാക്കിന് ഒരു അമ്മ മാത്രമേ ഉള്ളൂ. സോ ജാക്കും അമ്മയും കൂടി ജോലി ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. സോ അവർ വിചാരിച്ചു അവർക്കുള്ളത് പിന്നെ ഒരു കൗവാണ്, കൗവിനെ കൊടുക്കാമെന്ന്. കൗവിനെ കൊടുത്തിട്ട് എന്ത് മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്? മാജിക്കൽ ബീൻസ്. അവരതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് അവൻ മാർക്കറ്റിൽ പോയത്. കണ്ടില്ലേ? ആ ഓൾഡ് മാൻ്റെ അടുത്ത് പോയിട്ട് കൗവിനെ കൊണ്ട് നിൽക്കുകയാണ്. എന്തിനാണ്? സി, ലെറ്റ്സ് സീ വാട്ട്സ് ഇൻ ദാറ്റ് ഓൾഡ് മാൻ ഹോൾഡിംഗ് ഇൻ ഹിസ് ഹാൻഡ്. യെസ്, beans. You can see some beans, right? So Jack is going to exchange his cow to buy that magical beans. Okay, അപ്പോൾ എന്തായിരിക്കും? ആ ബീൻസ് എന്തോ പ്രത്യേകത ഉണ്ടല്ലേ, അതായിരിക്കാം മേടിക്കുന്നത്. ലെറ്റ്സ് സീ. Please look at next page 33. Jack's mother did not know what to do with the beans, so she threw them out of the window. Okay, എന്ത് സംഭവിച്ചു? കണ്ടോ? അമ്മ കാണിക്കുന്നുണ്ടോ? ആ ബീൻസ് ഇവിടെ ഇപ്പം വിൻഡോയിൽ പുറത്തേക്ക് ഇങ്ങനെ പറന്ന് വീഴുന്നുണ്ടല്ലേ? അതെന്ത് പറ്റിയതാ? അമ്മ എറിഞ്ഞിട്ടതാണ്. അപ്പോൾ ജാക്ക് മാർക്കറ്റിൽ പോയി കൗവിന് ആ ഓൾഡ് മാന് കൊടുത്തിട്ട് മാജിക്കൽ ബീൻസ് മേടിച്ചു. എന്നിട്ടത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ബട്ട് അമ്മയ്ക്കതറിയില്ല. അമ്മ ഒന്ന് നോക്കിയപ്പോൾ ഇതെന്താ ഇത്? ബീൻസോ? എൻ്റെ മോൻ ആ കൗവിനെ കൊണ്ടു കൊടുത്തിട്ട് ഈ ബീൻസാണോ മേടിച്ചിട്ട് വന്നിട്ടിരിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? അവന് അബദ്ധം പറ്റിയോ? മണ്ടത്തരം പറ്റിയോ? നിങ്ങളോടും കുറേ പൈസ കൊടുത്ത് വിട്ടിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് കടയിൽ പോയിട്ട് ഒട്ടും വിലയില്ലാത്ത കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മ വിചാരിക്കുമല്ലേ അല്ലേ? എന്ത് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇനി ചീത്ത സാധനം മേടിച്ചിട്ട്, ഒരു വിലയില്ലാത്ത സാധനം മേടിച്ചിട്ട് വന്നേ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സോ ഈ അമ്മയും ജാക്കിൻ്റെ മദറും അങ്ങനെ ചിന്തിച്ചു. ദിസ് ജസ്റ്റ് ബീൻസ് അല്ലേ, ഒന്നുമില്ല ഇതിനകത്ത്, ജസ്റ്റ് ബീൻസ് ആണ്. സോ ഷീ ത്രൂ ഔട്ട് ഓഫ് ദ വിൻഡോ. അതുകൊണ്ട് ആ അമ്മ അതെടുത്തിട്ട് വലിച്ചെറിഞ്ഞു. ദെൻ ജാക്ക് വന്ന് നോക്കിയപ്പോഴോ ബീൻസ് ഇല്ല, അവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. സോ ടേൺ ദ പേജ് നമ്പർ 34. See, what do you see? Let's see what happened. When Jack looked out of the window the next morning, he saw a huge beanstalk going all the way past his house and right up to the sky. See, എന്തോരായത്? രാവിലെ എഴുന്നേറ്റ് വിൻഡോ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ? ഇതുവരെ അവിടെ അങ്ങനെ ഒരു ചെടി ഉണ്ടായിരുന്നില്ല. സോ എ ഹ്യൂജ് ബീൻസ്റ്റാക്ക്. അത് എത്ര മാത്രമായി? മറ്റേ സ്കൈയുടെ അടുത്ത് വരെ എത്താറായി. ആകാശം മുട്ടെ നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ അത്രയും വലിയ ഒരു ചെടിയായി, പയർ ചെടിയായി അല്ലേ? Oh my
ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു അല്ലേ. ജസ്റ്റ് ഒരു ബീൻസ് ആയിരുന്നു, അത് ഇത്രയും വളർന്ന് ഭയങ്കര ഹൈറ്റിലല്ലേ, എവിടെ വരെ എത്തി? ആകാശം മുട്ടെ എത്താറായി. See, let's see what's happened next. See the page number 35. ഇപ്പൊ എവിടെയാണ് ജാക്ക്? Let's see what happened. He started climbing up the beanstalk. അവൻ എന്ത് ചെയ്യുമ്പോൾ പിടിച്ച് കയറുകയാണ്. He went up and up and up till he reached the very top. ഇവിടെ എത്തി. ഇത്രയും വലുതാണ് ബീൻ സ്റ്റോക്ക് അല്ലേ. നമ്മൾ സാധാരണ നമ്മുടെ ചുറ്റും കാണുന്ന ചെടി പോലെയല്ല, ഇതൊരു മാജിക്കൽ ബീനായിരുന്നു. അതുകൊണ്ടാണ് അത് വളർന്ന് ആകാശം മുട്ടി നിൽക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ക്ലൈംബ് അപ്പ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ക്ലൈംബ് ചെയ്ത് കയറാനായിട്ട്. സോ ഹി ക്ലൈംബ് അപ്പ് 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 ആൻഡ് റീച്ച് ദ ഹൈ. ഓക്കെ, ഏറ്റവും മുകളിലെത്തി. Then see what happened. Turn the page, page number 36. Okay, what do you see in that picture? പേടിക്കുന്ന ഒരു രൂപം അല്ലേ. Let's see what happened. Then he found a big house in which a giant lived. Who is that? Giant. Giant ആരാ? ഭീകര രൂപമുള്ളൊരു ആളിനെ നമ്മൾ പറയുന്നത് അല്ലേ, രാക്ഷസൻ എന്നൊക്കെ പറയും അല്ലേ. മാന്ത്രിക ശക്തിയൊക്കെ ഉള്ള ആൾക്കാർ, അവരെ നമ്മൾ ജയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ ആ ട്രീയിൽ ക്ലൈംബ് ചെയ്ത് കയറി മുകളിലെത്തിയപ്പോൾ എന്താ കണ്ടത്? ബിഗ് ഹൗസ്. എന്നിട്ടോ അവനിങ്ങനെ പയ്യെ കയറി നോക്കി, ശബ്ദമുണ്ടാക്കാതെ കയറി നോക്കിയപ്പോൾ എന്താ അതിൻ്റെ അകത്ത്? ഒരു ഭീകര രൂപമുള്ളൊരു ആള്, ജയന്റ് അല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്? ഓൺ ഹിയറിങ് ജാക്ക് സ്റ്റോറി, അപ്പം എന്താ ചെയ്തു? ജാക്കിനെ കണ്ടു. നീ എന്താ ഇവിടെ അല്ലേ. ജയൻ്റൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കും അല്ലേ. പക്ഷേ ഈ ജയൻ്റ് നല്ല ജയൻ്റാണ് കേട്ടോ, ഇവനെ ആക്രമിച്ചില്ല. നീ എന്താ ഇവിടെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ചോദിച്ചേ ഉള്ളൂ. പക്ഷെ എന്ത് സംഭവിച്ചു? അവൻ ജാക്കിൻ്റെ സ്റ്റോറി കേട്ടു. ജാക്കിൻ്റെ സ്റ്റോറി എന്താ? ജാക്ക് എങ്ങനെയുള്ള ആളാ? ഒരുപാട് പൈസയൊക്കെ ഉള്ള നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ആളാ അല്ലേ, ആണോ? No, you are right. He is lived in a poor family അല്ലേ. ഒരു ഇതുമില്ലാത്ത പാവപ്പെട്ട വീട്ടിലെയാണ്. സോ ജയൻ്റ് അവൻ്റെ ആ സ്റ്റോറി മുഴുവൻ, അവനെ കുറിച്ചുള്ള അവൻ്റെ ജീവിത കഥ മുഴുവൻ കേട്ടു. അപ്പോൾ എന്തായി? സങ്കടമായല്ലേ. നിങ്ങൾക്ക് സങ്കടം വരില്ലേ? നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഭക്ഷണം കിട്ടാതെ ഉടുപ്പ് കിട്ടാതെ ഒക്കെ ഉണ്ടെങ്കിൽ, വീടൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമാവില്ല. സോ അതുപോലെ ഈ ജയൻറ്റും ഈ ജാക്കിൻ്റെ സ്റ്റോറി കേട്ട് സങ്കടമായി. അപ്പോൾ എന്താ ചെയ്യുന്നത്? ജയൻറ്റിനൊക്കെ ഒരു ശക്തി ഉണ്ടല്ലേ. നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ, എന്തെങ്കിലുമൊക്കെ മാജിക് ഒക്കെ ചെയ്യും, മാന്ത്രിക ശക്തി ഉള്ളതാണ്. സോ ഈ സ്റ്റോറി കേട്ടപ്പോൾ സങ്കടം തോന്നിയിട്ട് ജയൻറ്റ് ചെയ്യുവാണ്. സി ഫീ ഫീ ഫോ ഫം. എന്നിട്ട് എന്താ പറയുന്നത്? എ ലിറ്റിൽ മാൻ ഓൺ ദ റൺ. All he needs is a bag of gold to buy the cow that he once sold. അങ്ങനെ പറഞ്ഞു. എന്താ ജയന്റ് പറഞ്ഞ? ഇങ്ങനെ ഫീ ഫീ ഫോ ഫം അങ്ങനെ ഒരു മന്ത്രം ചൊല്ലിയിട്ട് പറയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അവന് പൈസ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവൻ വിറ്റുപോയ ആ കൗവിനെ അവന് തിരിച്ചെടുക്കണം. സോ അവന് ഒരു ബാഗ് നിറച്ച് ഗോൾഡ് തരുമെന്ന് പറഞ്ഞു. സി ജയന്റിൻ്റെ കയ്യിൽ ഒരു സഞ്ചി, അതിൽ നിറച്ച് എന്താ? what is that? gold coins ആണ് മൊത്തം. See, let's see what's happened next. See the page number 37. എന്നിട്ട് എന്ത് ചെയ്തു? ആ ബാഗിൽ നിറച്ച് ഗോൾഡ് ഉണ്ടല്ലേ, അത് എന്നിട്ട് ജയന്റ് ജാക്കിന് കൊടുത്തു. ജാക്ക് ഭയങ്കര ഹാപ്പിയായി. എനിക്ക് എൻ്റെ കൗവിനെ തിരിച്ചു കിട്ടും, മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുള്ള പൈസ ഉണ്ടല്ലേ, ഒരുപാട് കോയിൻ ഉണ്ടല്ലോ. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. Jack took the bag of gold and got back his cow. എന്നിട്ട് എന്ത് ചെയ്തു? വേഗം ആ ഗോൾഡ് കോയിനും കൊണ്ട് മാർക്കറ്റിൽ പോയി ആ കോയിൻ കൊടുത്തിട്ട് അവൻ്റെ കൗവിനെ തിരിച്ചു മേടിച്ചു. He also bought some food and clothes with the gold coins. പിന്നെ എന്ത് ചെയ്തു? അത് മാത്രമല്ല ഇഷ്ടംപോലെ ഗോൾഡ് കോയിൻ ഇല്ലേ,
മേടിച്ചു, പുതിയ ഉടുപ്പുകൾ മേടിച്ചു, കുറേ ഫുഡ് മേടിച്ചു, നിറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഹാപ്പിയായി അല്ലേ? ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്? ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്. സീ ദ പേജ് നമ്പർ 38. See what happened. But soon he had no gold left. എന്ത് സംഭവിച്ചു? നമ്മുടെ കയ്യിലും കുറേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുമോ? നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ പൈസ കൊടുക്കണം അല്ലേ? അങ്ങനെ കൊടുത്ത് കയ്യിലെ ഗോൾഡ് പൈസ എല്ലാം തീർന്നു. ഇനി എന്ത് ചെയ്യും? കഷ്ടം. ഇനി ബുദ്ധിമുട്ടാവില്ലേ ഫുഡ് മേടിക്കാനൊക്കെ? ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ. വാട്ട് യു സീ ഇൻ ദാറ്റ് പിക്ചർ? ആ ജാക്കറ്റ് പിന്നെയും അവിടെ ഉണ്ട് അല്ലേ? പിന്നെയും ജാക്ക് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ബട്ട് വാട്ട് ഈസ് ഇൻ ഹിസ് ഹാൻഡ്? ജാക്കിൻ്റെ കയ്യിൽ എന്തെന്നാ? Let's see. Jack sold his cow once more, but he used that money too. അപ്പോൾ അങ്ങനെ ജാക്കിൻ്റെ കൊടുത്ത ഗോൾഡ് കോയിൻ അടങ്ങിയ ബാഗിൽ എല്ലാ കോയിനും തീർന്നു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ആ കവിനെ വിറ്റു. വീണ്ടും പൈസ തീർന്നില്ലേ? പൈസ വേണ്ട ഫുഡൊക്കെ മേടിക്കണമെങ്കിൽ. സോ വീണ്ടും കവിനെ വിറ്റു. He climbed up the beanstalk to ask the giant to help him. അപ്പോൾ അവനൊന്ന് ഓർക്കും, വീണ്ടും കവിനെ വിറ്റു. ഇനി എന്ത് ചെയ്യും? സോ അവൻ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, ഈ ബീൻസ്റ്റാക്കിൻ്റെ മുകളിൽ ജയൻ്റ് ഉണ്ട്, ഒന്നുകൂടി ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ച് നോക്കാം അല്ലേ? സോ ഹി അഗെയിൻ ക്ലൈംബ് അപ്പ്. ദ ജയന്റ് സെഡ്. എന്നിട്ട് അവർ ചെന്ന് ജയൻറ്റിനോട് വന്നപ്പോൾ വീണ്ടും ജയന്റ് പറയാണ്, ഫീ ഫീ ഫോ ഫം. എന്നിട്ട് എന്ത് പറഞ്ഞു? എ ലിറ്റിൽ മാൻ ഓൺ ദ റൺ. All he needs is a bag of gold to buy the cow that he once sold. അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു മന്ത്രം ജപിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. ആ ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് അവൻ്റെ വിറ്റുപോയ ആ കവിനെ തിരിച്ച് മേടിക്കാനായിട്ട് ഒരു ബാഗ് നിറച്ച് പണം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് കേട്ടപ്പോഴത്തേക്കും ജാക്ക് വേഗം പറയാം, Jack asked the giant to give him something else to help him earn money. എന്താ പറഞ്ഞത്? എനിക്ക് ഈ ഒരു ബാഗ് നിറച്ച് പണം തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിച്ച് എടുത്തെടുത്ത് തീരും അല്ലേ? ബട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ ആ ജോലിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഇതിലൂടെ നമുക്ക് പിന്നെയും പൈസ വന്നുകൊണ്ടിരിക്കും അല്ലേ? അല്ലാതെ നമ്മളോട് പറയണം നമുക്ക് ജോലിയൊന്നുമില്ല, നമ്മളോട് ഒരാളെ പറയണത് നീ പൈസയൊന്നുമില്ലല്ലോ, നീ പൈസ എടുത്തു ഇതുകൊണ്ട് ജീവിച്ചോ. നമ്മളതുകൊണ്ട് സാധനങ്ങൾ മേടിച്ചു, ഒരു ദിവസം 2-3 ദിവസം കൊണ്ട് ആ പൈസ തീർന്നു. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പൈസ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യണം അല്ലേ? എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി ക്യാഷ് വന്നുകൊണ്ടിരിക്കും, മണി വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് ജാക്ക് ബുദ്ധിയുള്ള കുട്ടിയല്ലേ? അവൻ പറയുകയാണ്, എനിക്ക് ഈ ഒരു ബാഗ് മണി കൊണ്ടല്ല വേണ്ടത്, എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യും. എപ്പോഴും എനിക്ക് പൈസ ആവശ്യമുണ്ടല്ലോ, ഡെയിലി നമുക്ക് മണി ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ദ കൈൻഡ് ജയന്റ് ഗേവ് ജാക്ക് എ ഹാർപ്പ്. അപ്പോൾ എന്ത് ചെയ്തു? ആ നല്ലവനായ ജയന്റ് ജാക്കിന് ഒരു ഹാർപ്പും കൂടി കൊടുത്തു. ഹാർപ്പ് എന്താണെന്നറിയാമോ? ഒരു വീണ മാതിരി ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഗോൾഡ് കോയിൻ കൊടുത്തു, പ്ലസ് ഈ ഒരു ഹാർപ്പും കൂടി കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് വീണ. ഓക്കെ, സോ സി ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പൻ. സീ ദ പേജ് നമ്പർ 39. What happened there? What he is doing? Let's see. Jack was so good at playing the harp that people paid him money to hear him play. കണ്ടോ, അതാണ് അവൻ ആ ഹാർപ്പ് വായിക്കുകയാണല്ലേ. ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, സൗണ്ടൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ, കുറേ ആളുകൾ കൂട്ടം കൂടി വന്നിട്ടുണ്ട്. സോ അവർക്ക് കേട്ടിട്ട് കണ്ടോ, അവൻ്റെ ഫ്രണ്ടിൽ ഒരു പാത്രത്തിലേക്ക് കോയിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ അവന് ആ പാട്ടിലൂടെ ഡെയിലി മണി വന്നുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ വിത്ത് ഹിസ് മദർ. അപ്പോൾ അവന് ഡെയിലി ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരുന്നു. സോ അവൻ അവൻ്റെ അമ്മയായിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിച്ചു. ഹി നെവർ ഹാഡ് ടു വിസിറ്റ് ദ ജയന്റ് അഗെയിൻ. ബട്ട് ആ നല്ലവനായ ജാക്ക് ഒരു കാര്യം കൂടി ചെയ്തു. എന്ത് ചെയ്തു? പിന്നീട് ഒരിക്കലും ജയന്റിനെ തേടി ബീൻസ്റ്റാക്കിൻ്റെ മുകളിൽ പോയിട്ടില്ല. എന്തുകൊണ്ടാ?
നല്ല കുട്ടിയല്ലേ. ഇനി അവന് മണി ആവശ്യമില്ല, കാരണം ജയന്റ് ഡെയിലി അവന് മണി ഉണ്ടാക്കാനുള്ള ഒരു ഇത് കൊടുത്തു അല്ലേ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ജാക്ക് നന്നായി പ്ലേ ചെയ്യും. സോ അത് പ്ലേ ചെയ്യുമ്പോൾ ആളുകൾ കേട്ടിട്ട് അതിന് പൈസ കൊടുക്കും അല്ലേ. സോ ജാക്കും ജാക്കിൻ്റെ അമ്മയും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചു. ഓക്കെ, തിരി എൻജോയ്, ഇഷ്ടപ്പെട്ടോ? നല്ല സ്റ്റോറിയാണ് അല്ലേ, നല്ല കുട്ടിയാണ് അല്ലേ. Then tell me what happened in the beginning. എന്താ ആദ്യം സംഭവിച്ചത്? You tell me. Yes, Jack exchanged his cow. എന്തിനു വേണ്ടിയിട്ടാ? To buy some magical beans അല്ലേ. ആ ബീൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അമ്മ എന്താ ചെയ്തത്? What happened next? Yes, his mother threw out the beans out of the window. അല്ലേ, എന്ത് ചെയ്തു? അമ്മ ബീൻസ് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. Then tell me what happened next? Yeah, next day morning ആ ജാക്ക് വിൻഡോ തുറന്നിങ്ങനെ നോക്കിയപ്പോൾ എന്താ കണ്ടത്? A big beanstalk അല്ലേ, ഭയങ്കര വലിയതായിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഒരു പയറ് ചെടി അല്ലേ. സോ നെക്സ്റ്റ് വാട്ട് ഹാപ്പൻ? യെസ്, ഹി ക്ലൈംബ് അപ്പ് ആൻഡ് അപ്പ് ഇൻ ദ beanstalk and reached high അല്ലേ, ഏറ്റവും മുകളിലെത്തി. എന്നിട്ടോ what did he see? Yeah, he saw a big house. And tell me, who was there in that house? Yes, a giant. Le, giant ഉണ്ടായിരുന്നു അല്ലേ. And what did he give to Jack? ജാക്കിന്റെ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ ജാക്കിന് കൊടുത്ത ആ giant? Yes, a bag of gold coin. എന്നിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്തു ആ ഗോൾഡ് കോയിൻ കൊണ്ടുപോയിട്ട് ജാക്ക് എന്താ ചെയ്തത്? യെസ്, ഹി bought back his cow. റൈറ്റ്, കൗവിനെ തിരിച്ചു മേടിച്ചു അല്ലേ. എന്നിട്ടോ പിന്നെ എന്ത് ചെയ്തു? ആ പൈസ കൊണ്ട് ക്ലോത്ത്സ്, ഫുഡ് അതൊക്കെ മേടിച്ചു. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് വാട്ട് ഹാപ്പൻ? നോ മണി ലെഫ്റ്റ് അല്ലേ, പൈസ ഒന്നും ബാക്കിയില്ല, എല്ലാം തീർന്നു. സോ അഗെയിൻ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? അഗെയിൻ ഹി ക്ലൈംബ് അപ്പ് ഇൻ ദ beanstalk and asked help from giant. ജയന്റിൽ നിന്നും സഹായം ആവശ്യപ്പെട്ടു. എന്നിട്ടോ അപ്പൊ എന്ത് ചെയ്തു? ജയന്റ് വീണ്ടും ആ ഒരു മന്ത്രം ചൊല്ലി എ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻ കൊടുത്തു. എന്നിട്ടോ അപ്പൊ എന്താ ജയന്റ് ചോദിച്ചത്? എനിക്ക് ഇത് മാത്രം കിട്ടിയിട്ട് പോരാ, വേറെ എന്ത് വേണം? എനിക്ക് എപ്പോഴും പൈസ കിട്ടാനുള്ള ഒരു സഹായം ചെയ്യണം. സോ ദ കൈൻഡ് ജയന്റ് gave one harp അല്ലേ, ഒരു വീണ കൊടുത്തു അല്ലേ. എന്തിനാ? അത് ജാക്കിന് നന്നായിട്ട് പ്ലേ ചെയ്യാൻ അറിയാം. സോ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്ത് അവൻ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഹി ലിവ്ഡ് ഹാപ്പിലി വിത്ത് ഹിസ് മദർ. ഓക്കെ, അവൻ്റെ അമ്മയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു. Then tell me, what do you think? Do all the seed grows the same like the story? ആ സ്റ്റോറിയിൽ പറയുന്ന പോലെയാണോ എല്ലാ ചെടികളും വളരുന്നത്? ആണോ? അല്ല, നമുക്ക് ചുറ്റും കാണാനുള്ള ചെടികൾ അതുപോലെയാണോ? ഒരു ചെയ്തിട്ട് ഭയങ്കര ഹ്യൂജ് ആയിട്ട് വളരും പെട്ടെന്ന് അങ്ങോട്ട് പിറ്റേ ദിവസം തന്നെ? നോ അല്ലേ. ഒരു സീഡ് വളർന്ന് അതൊരു പ്ലാന്റ് ആവണമെങ്കിൽ കുറേ സ്റ്റെപ്പ് ഉണ്ട് അല്ലേ. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബട്ട് അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതുപോലെ ഒരു ബീൻസ് ഏതെങ്കിലും എടുത്ത് ഒന്ന് റെഡിയാക്കി വെക്കണം. ഓക്കെ, മിസ് അടുത്ത ക്ലാസ്സിൽ മുന്നേ ആയിട്ട് നിങ്ങളോട് പറയാം, അത് റെഡിയാക്കി വെക്കാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യിക്കാം. അതെടുത്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സീഡ് സോ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ അമ്മ വെറുതെ വിൻഡോയിലേക്ക് പുറത്തിറങ്ങിയിട്ട് അത്രയും വലിയ ബീൻ സ്റ്റോക്ക് ഉണ്ടായത്. ബട്ട് നോർമലി അങ്ങനെയല്ല, അതൊരു മാജിക്കൽ ബീൻ ആയതുകൊണ്ടാണ്. സോ നമ്മൾക്ക് പഠിക്കണം ഹൗ ടു ഗ്രോ
a seed. So first you have to know how to sow a seed. അല്ലേ? അത് നമ്മൾ പഠിക്കുന്നു. So we will learn it in next class. Okay. Bye. Take care.